നമസ്കാരം, വേലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഡേറ്റാണ്. കമ്പനി സെക്രട്ടറി എക്സാമിൻ്റെ ഡിസംബർ 25 ചാൻസിൻ്റെ അല്ലെങ്കിൽ സെഷൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തു, ICSI പബ്ലിഷ് ചെയ്തു. ആദ്യമായിട്ട് ഒരുപാട് എൻ്റെ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഗ്രൂപ്പ് കിട്ടിയതും അതുപോലെ പേപ്പേഴ്സ് പാസ്സായതുമായിട്ടുള്ള കുട്ടികൾക്ക് എൻ്റെ കൺഗ്രാജുലേഷൻസ്. എസ്പെഷ്യലി എൻ്റെ ഓഫീസിലെ ഉണ്ടായിരുന്ന ട്രെയിനീസായ സ്നേഹിക്കും ഇമാനുവൽ, ഈ രണ്ട് കുട്ടികളും CS ക്വാളിഫൈ ചെയ്തു. അവർക്ക് എൻ്റെ പ്രത്യേക കൺഗ്രാജുലേഷൻസ്. എൻ്റെ കൂടെ ഒത്തിരി സമയം അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ട്രെയിനിയായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. പിന്നെ എക്സിക്യൂട്ടീവിലെ സൗമ്യ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, പേര് പറയാൻ നിൽക്കത്തില്ല. പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി നല്ല റിസൾട്ടായിട്ട് തോന്നി. പക്ഷേ കുറേ കുട്ടികൾക്ക് അഗ്രിഗേറ്റ് കിട്ടിയില്ല, അവിടെ ഇവിടെ ആയിട്ട് പെർഫോമൻസ് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാം. എന്നെ വിളിച്ച എല്ലാ കുട്ടികൾക്കും പറഞ്ഞത് ഇതേ ഉള്ളൂ, എന്താണ് കുറവെന്ന് മനസ്സിലാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിലെ പ്രശ്നമാണോ അതോ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണോ, എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുകയും വേണമെങ്കിൽ എന്നെ ആൻസർ ഷീറ്റൊക്കെ എടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം ആ തെറ്റുകുറ്റങ്ങൾ അതിനെ വാട്ട് ദ റെമഡിയൽ മെഷേഴ്സ് യു ഹാവ് ടു ഡു. അപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ലൈൻസ് ആൻസറൊക്കെ നോക്കി, സ്കാനറൊക്കെ നോക്കി, ക്വസ്റ്റ്യനും ആൻസറൊക്കെ നോക്കിയിട്ട് പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എത്ര മാർക്ക് കിട്ടിയപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് നമ്മളെ കുറവ്, ഏതിലാണ് കുറവെന്നറിയാമല്ലോ, എവിടെയാണ് കുറവെന്നറിയാം. അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഞാൻ കൂടെ ഉണ്ടാവും, പ്രാർത്ഥനകളുണ്ടാവും. അതുകൊണ്ട് കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പാസ്സാവും. അപ്പോൾ പാസ്സായ കുട്ടികൾക്ക് അക്രോസ് എല്ലാ ഓൾ ഇന്ത്യ ലെവലിലും, എസ്പെഷ്യലി കേരളത്തിലും, എസ്പെഷ്യലി എൻ്റെ കുട്ടികൾക്കും ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. പാസ്സാവാത്തത് സംബന്ധിച്ചോളം നമുക്ക് കുറച്ച് നല്ലൊരു പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം നമുക്ക് പാസ്സാവാം, ധൈര്യമായിട്ടിരിക്കാം. ഈ വീഡിയോയുടെ ഉദ്ദേശം പാസ് പെർസെൻറ്റേജ് ചർച്ചയിലാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാസ് പെർസെൻറ്റേജ് പറയാറുണ്ട്. ഈ പ്രാവശ്യത്തെ പാസ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണിത്. ആദ്യം CS പ്രൊഫഷണൽ പ്രോഗ്രാം പറയാം. CS പ്രൊഫഷണൽ പ്രോഗ്രാം എല്ലാ പ്രാവശ്യവും കമ്പാരിറ്റീവ്ലി കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ പ്രാവശ്യം അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തു. ആവറേജ് ആയിട്ട് ഒരു 26% പേരാണ് പാസ്സായിരിക്കുന്നത്. സ്പെസിഫിക്കലി പറഞ്ഞ ഗ്രൂപ്പ് 1 26.73യും ഗ്രൂപ്പ് 2 26.67%. അപ്പോൾ 26% നല്ലതല്ലേ. അപ്പോൾ എബോവ് ക്വാർട്ടറായി, അതായത് 25 ആണല്ലോ ക്വാർട്ടർ പെർസെൻറ്റേജ്, അതിന് മുകളിലായി എന്നുള്ളത് ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു നടപടിയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നതാണ്. കാരണം ഒരുപാട് പ്രൊഫഷണൽസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും പാസ്സാവണം. അപ്പോൾ ഒന്നുകൂടി പറയാം, CS പ്രൊഫഷണൽ പ്രോഗ്രാമിന് ഗ്രൂപ്പ് 1 വന്നിട്ട് 26.73, ഗ്രൂപ്പ് 2 വന്നിട്ട് 26.67. അപ്പോൾ രണ്ടും കൂടെ നോക്കിയാൽ തന്നെ അറൗണ്ട് 26% പേര് പാസ്സായി. അപ്പോൾ 100 പേരിൽ 26 പേര് പാസ്സാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ നല്ലൊരു കാര്യമാണ്, മനസ്സിലായി, വെൽക്കമിങ് സ്റ്റെപ്പാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും. പിന്നെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ്, കുറച്ച് പെർസെൻറ്റേജ് കുറവാണ്, അല്ലെങ്കിൽ പാസ് പെർസെൻറ്റേജ് പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഗ്രൂപ്പ് 1 വന്നിട്ട് 18.03%. അപ്പോൾ ഗ്രൂപ്പ് 1 പെർസെൻറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്, 18%. ഗ്രൂപ്പ് 2 22.26%. അപ്പോൾ ഗ്രൂപ്പ് 1 കാട്ടിലും അറൗണ്ട് 4% കൂടുതലാണ് ഗ്രൂപ്പ് 2. അപ്പോൾ ഗ്രൂപ്പ് 1 18.03, ഗ്രൂപ്പ് 2 വന്നിട്ട് 22.6. അപ്പോൾ ഫൈനലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 3-4% എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ പാസ് പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് കുട്ടികൾക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നോക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ പ്രിപ്പയർ ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമ്മൾ എത്താന്നിട്ടാണ് പഠിച്ചിട്ട് പോലും ചിലപ്പോൾ മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ചാപ്റ്ററിലും ഓരോ ലെസണിലും പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഓഫ് ഡെലിവറി കൂടുതലായിരിക്കും, പ്രസൻറ്റേഷൻ കൂടുതലായിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസൻറ്റേഷനുള്ള മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എങ്ങനെ നിങ്ങൾ എഴുതുന്നു എന്നുള്ള. അതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. എന്നെ വിളിച്ചവരുടെ മാർക്ക് കേൾക്കുമ്പോഴും നമുക്കറിയാം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇപ്രാവശ്യത്തെ പാസ് പെർസെൻറ്റേജ്, ഡിസംബറിലെ ചാൻസിലെ പാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇനിയിപ്പോൾ ജൂണിലാണ് എക്സാം. അതുകൊണ്ട് എല്ലാ കുട്ടികളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പഠിക്കുകയും കുറച്ചുകൂടി പെർസെൻറ്റേജ് കൂട്ടുകയും ചെയ്യുക. അഗ്രിഗേറ്റിൽ എൻ്റെ ഒന്നൊരു കുട്ടികൾ വളരെ ബ്രിമ്മിലൊക്കെ പോയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ ഒരു സമയം ശരിയാവത്തുണ്ടായിരിക്കും. അടുത്ത പ്രാവശ്യം നമുക്ക് പാസ്സാവും കേട്ടോ. അപ്പോൾ ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ എൻ്റെ ചാനലിലുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിലോട്ടൊന്നും പോകണ്ട. എങ്കിലും നോക്കുകയാണെങ്കിൽ ഫൈനലിൽ പാസ് പെർസെൻറ്റേജ് കൂടുതൽ എന്നുള്ളത് എൻ്റെ ഒരു അക്കാഡമിഷ്യൻ എന്ന രീതിയിലും പഠിപ്പിക്കുന്ന ആളെന്ന രീതിയിലും പ്രൊഫഷണൽ എന്ന രീതിയിലും ഒരു വെൽക്കമിങ് സ്റ്റെപ്പ്. അപ്പോൾ അത്രത്തോളം കമ്പനി സെക്രട്ടറീസ് നമ്മളെ പ്രൊഫഷണലോട്ട് വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഗ്രൂപ്പ് 1 ഈ പ്രാവശ്യം കുറച്ചുകൂടി പെർസെൻറ്റേജ് കുറഞ്ഞു പോയി, 18% ഉള്ളൂ. എന്നാൽ ഗ്രൂപ്പ് 2 22.26 ഉണ്ട്.
അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നിങ്ങൾ എവിടെയൊക്കെയാണോ കുറവ് നോക്കിയിട്ട് അത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ബിൽസാറിന് ഇത്രേ പറയാനുള്ളൂ. കിട്ടിയവർക്കെല്ലാം സന്തോഷം, ഹാപ്പി ആയിട്ടിരിക്കുക, ഫാമിലിയോട്ടൊക്കെ എൻജോയ് ചെയ്യുക. കിട്ടാത്തവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതിൽ പ്രിപ്പയർ ചെയ്ത് എവിടെയാണോ കുറവെന്ന് തോന്നുന്നു പ്രിപ്പയർ ചെയ്തിട്ട്, പിന്നെ ഇപ്പോൾ ആൻസർ ഷീറ്റൊക്കെ എടുക്കാൻ പറ്റും അല്ലേ, നോക്കിയിട്ട് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നമാണെങ്കിൽ അതും കൂടെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യാം. അടുത്ത വർഷം നമുക്ക് പാസ്സാകും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട്. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദൈവാനുഗ്രഹം. സന്തോഷമായിട്ടിരിക്കുക. നല്ലതിൽ പ്രിപ്പയർ ചെയ്ത് കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാൻസിൽ നമുക്ക് കൊണ്ടുവരാം. എന്ത് സഹായമാണെന്നുണ്ടെങ്കിലും പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കരിയർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ, മോട്ടിവേഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരി, കാണാം. താങ്ക് യു. വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ. ശരി, താങ്ക് യു.